അർജന്റീനയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഫോക്ലാൻഡ് ഐലൻഡ്. പക്ഷെ ആ ദ്വീപുകൾ ബ്രിട്ടൻ്റെയാണ്. 80കളിൽ കൗമാരക്കാർക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഫോക്ലാൻഡ് യുദ്ധം ആ കാലത്ത് വളരെ പ്രസിദ്ധമാണ്. ജനവാസം 3500 പേരാണ്. ജനങ്ങൾ മീൻപിടുത്തം, ടൂറിസം ഒക്കെയാണ് അവരുടെ പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ. എല്ലാതരം പെൻഗ്വിനുകളും അവിടെ ഉണ്ട്. പക്ഷെ കൂടുതലുള്ളത് ഒരു ചെറിയ തരം പെൻഗ്വിനാണ്. ഒരു 1.5 അടി ഉയരം മാത്രമുള്ള ചെറിയ പെൻഗ്വിനുകളാണ് കൂടുതൽ. പക്ഷെ മഞ്ഞുകാലത്ത് വിൻ്ററിൽ ഇവിടുത്തെ സ്ഥിതിയൊക്കെ വ്യത്യസ്തമായിരിക്കും. മുഴുവൻ മഞ്ഞ് മൂടി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ, നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും എന്നാണ് പറയുന്നത്. അന്റാർട്ടിക്കയിലെ 2 ഐലൻഡുകൾ, എലിഫൻ്റ് ഐലൻഡും കിങ് ജോർജ് ഐലൻഡും ഷെറ്റർലാൻഡ് ഐലൻഡും ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് 3ാമതൊരു ഐലൻഡിലേക്ക് പോകാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. ബട്ടർഫ്ലൈ ഐലൻഡ് എന്ന് മറ്റാണ് എൻ്റെ പേര്. പക്ഷേ ഈ കപ്പലിൻ്റെ യാത്രകളെ നിയന്ത്രിക്കുന്നത് വേറെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുള്ള ഇവിടുത്തെ കാലാവസ്ഥ എല്ലാം അനുസൃതമായിട്ട് ക്യാപ്റ്റന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് പുറത്തുനിന്നാണ്. അപ്പോൾ അവിടെ നിന്നൊരു നിർദ്ദേശം വന്നു, കപ്പൽ മടങ്ങി പോകാനുള്ള നിർദ്ദേശം വന്നു. അതിൻ്റെ കാരണം ഈ നീലത്തിമിംഗലങ്ങളുടെ പ്രജനന കാലമാണ്. അപ്പോൾ നീലത്തിമിംഗലങ്ങളുടെ കൂട്ടങ്ങളുടെ തിമിംഗലക്കൂട്ടത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് അങ്ങോട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പൽ യാത്ര അതിനെ അലോസരപ്പെടുത്തുന്നുള്ളതുകൊണ്ട് ഈ ബട്ടർഫ്ലൈ ഐലൻഡിൽ പോവാതെ കപ്പൽ തിരിച്ചു. അപ്പോൾ അഗെയിൻ യാത്രികർ 81, 82, 86ഓളം പേരുണ്ട് നമ്മളുടെ ഗ്രൂപ്പ് മാത്രം. അതിൽ ചില ആളുകൾ ചില അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിച്ച് ഈ ബട്ടർഫ്ലൈ ഐലൻഡിൽ പോകാൻ പറ്റാത്തതിലുള്ള നിരാശയൊക്കെ പലരും പ്രകടിപ്പിച്ചു. ഇത് തന്നെ ഈ മഞ്ഞുപാളികൾ മൂടി കിടക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കും, ആ തണുപ്പ് അനുഭവിക്കുക എന്നാണ്. അപ്പോൾ ഒരു ദിവസം നേരത്തെ കപ്പൽ തിരിച്ചു. അപ്പോൾ അതിൻ്റെ ചെറിയ അസ്വസ്ഥതകൾ യാത്രക്കാർക്കുണ്ട്. അവിടെ പോകണം എന്നുള്ള ചില വാശിയൊക്കെ ചിലർ പ്രകടിപ്പിച്ചു. പക്ഷേ വാശിയൊന്നും നടക്കില്ല, അത് നിയമങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തിരിച്ച് കപ്പൽ പോന്നു. പക്ഷെ ആ നിരാശ മാറുന്നത് ഫോക്ലാൻഡ് ഐലൻഡിൽ കപ്പലെടുത്തപ്പോഴാണ്. തിരിച്ചുള്ള വരവിൽ ആണ് ഫോക്ലാൻഡ് ഐലൻഡിൽ ഉള്ളൊരു 4 എക്സ്കർഷൻ. ഫോക്ലാൻഡ് ഐലൻഡിലെത്തി. ഇത് ഐലൻഡിൽ ടൂറ് പാക്കേജുകാർക്കുള്ള വണ്ടികളാണ്. ഞങ്ങൾ ഇതിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ പെൻഗ്വിൻ ഐലൻഡിലേക്കാണ് ആദ്യം പോകുന്നത്. ഫോക്ലാൻഡ് ഐലൻഡ് അന്റാർട്ടിക്കയുടെ ഏറ്റവും അടുത്തുള്ള ഒരു ഐലൻഡാണ്. ഈ ദ്വീപിന് വേണ്ടിയിട്ടുള്ള, അതൊരു ദ്വീപാണ്. ഈ ദ്വീപിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിലാണ് ബ്രിട്ടീഷുകാരും അർജന്റീനക്കാരും തമ്മിലൊരു വലിയ യുദ്ധമൊക്കെ നടന്നത്. ഈ ഐലൻഡിൽ 3500 പേരെ താമസമുള്ളൂ. ഇത് സ്റ്റാൻലി ഐലൻഡാണ്. ഫോക്ലാൻഡ് ഐലൻഡ്സിൻ്റെ അതിൽ 100ഓളം ചെറിയ ദ്വീപുകളുടെ ഒരു കൂട്ടമാണ്. അതിൻ്റെ സ്റ്റാൻലി ഐലൻഡ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ക്യാപിറ്റൽ. ആ ക്യാപിറ്റൽ സിറ്റിയിലാണ് ഞങ്ങളുള്ളത്. ഇത് ഇവിടുത്തെ ഒരു ഗിഫ്റ്റ് ഷോപ്പാണ്. ഇത് ഇവിടുത്തെ ആംഗ്ലിക്കൻ ചർച്ചാണ്. ആംഗ്ലിക്കൻ ചർച്ച് രാജവംശത്തിൻ്റെ കീഴിലുള്ള ചർച്ചാണ് ആംഗ്ലിക്കൻ ചർച്ച്. ബ്രിട്ടീഷുകാരുടെ ചർച്ചാണ്. അതിൻ്റെ മുമ്പിൽ കാണുന്ന കമാനം പോലെയുള്ളത് ബ്ലൂ വെയിലിൻ്റെ വാരിയല്ലുകളാണെന്നാണ് പറയുന്നത്. ഫോക്ലാൻഡ് ഐലൻഡ് 80കളിൽ കൗമാരക്കാർക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഫോക്ലാൻഡ് യുദ്ധം ആ കാലത്ത് വളരെ പ്രസിദ്ധമായിരുന്നു. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് SSLC ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ബ്രിട്ടനിൽ മാർഗരറ്റ് താച്ചറായിരുന്നു അന്നത്തെ പ്രൈം മിനിസ്റ്റർ.
അർജൻറ്റീനയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഫോക്ലാൻഡ് ഐലൻഡ്. പക്ഷേ ആ ദ്വീപുകൾ ബ്രിട്ടൻ്റെയാണ്. അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് അത് തിരിച്ചു പിടിക്കണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അർജൻറ്റീന ഫോക്ലാൻഡ് ഐലൻഡിൽ ഒരു അവകാശം ഉന്നയിക്കുകയും അത് യുദ്ധത്തിലേക്ക് നീങ്ങുകയും ഫോക്ലാൻഡ് ഐലൻഡിന് വേണ്ടിയിട്ട് ബ്രിട്ടനും അർജൻറ്റീനയും തമ്മിലൊരു യുദ്ധം നടക്കുകയും ചെയ്തു. ആ യുദ്ധത്തിൽ ബ്രിട്ടൻ ജയിച്ചു. അങ്ങനെ ഫോക്ലാൻഡ് ഐലൻഡ് അവർക്ക് തന്നെ കിട്ടി. ആ സ്ഥലപ്പേരിലൊരു പ്രത്യേകത ഉണ്ട്, ഫോക്ലാൻഡ് എന്നാണ്. അത് ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് അതുപോലെ ഉള്ളൊരു പേരാണ്. ഫോക്ലാൻഡ് ഐലൻഡ് ആദ്യം ഡച്ചുകാരുടെ കയ്യിലായിരുന്നു. ഡച്ചുകാരുടെ കയ്യിൽ നിന്ന് അത് സ്പാനിയാർഡ്സ് പിടിച്ചെടുത്തു. സ്പെയിൻകാരുടെ കയ്യിൽ നിന്ന് പിന്നീട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ഈ ഐലൻഡ് വരുന്നത്. അതാണ് പിന്നീട് ഭൂപ്രകൃതി അനുസരിച്ച് തങ്ങളുടെ സമീപത്ത് കിടക്കുന്ന ദ്വീപായതുകൊണ്ട് തങ്ങൾക്കാണ് അവകാശമെന്ന് അർജൻറ്റീന അവകാശം ഉന്നയിച്ചത്. ഈ ഫോക്ലാൻഡ് ഐലൻഡിൽ നിന്ന് ആഴ്ചയിൽ 3 വിമാനങ്ങളുണ്ട്. 2 എണ്ണം ബ്രിട്ടനിലേക്ക് നേരിട്ട്, ഒരെണ്ണം ചിലിയിലേക്ക്. സ്റ്റാൻലി ഐലൻഡിൽ 3500 പേരാണ് ജനവാസം. 3500 പേരാണ്. ജനങ്ങൾ മീൻപിടുത്തം, ടൂറിസം ഒക്കെയാണ് അവരുടെ പ്രധാന വരുമാന മാർഗങ്ങൾ. ചില ദ്വീപുകളിൽ ഓയിൽ നിക്ഷേപം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പെൻഗ്വിൻ ദ്വീപിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ കപ്പലിൽ വെച്ച് പെൻഗ്വിനെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് മുറവിളി കൂട്ടിയ യാത്രക്കാരെ ആശ്വസിപ്പിക്കാൻ കൂടിയാണ് ഈ പെൻഗ്വിൻ ദ്വീപിലേക്കുള്ള യാത്ര. സർഫ് ബേ എന്ന ബീച്ചിൻ്റെ വശത്തുകൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഈ സർഫ് ബേയിൽ വളരെ സുദീർഘമായ ബീച്ചുകളുണ്ട്. ഇവിടെ പണ്ട് 2020 വരെ ടൂറിസ്റ്റുകളൊക്കെ സ്ഥിരമായിട്ട് പ്രദേശവാസികളൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടേക്ക് ആരും വരുന്നില്ല. കാരണം അവിടെ ഡിമൈനിങ് സംബന്ധമായിട്ടുള്ള എന്തോ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവിടേക്ക് ടൂറിസ്റ്റുകളെയൊന്നും അങ്ങനെ കടത്തുന്നില്ല. യോർക്ക് ബേയിലേക്കുള്ള യാത്രയിലാണ്. പോകുന്ന വഴിക്ക് ജിപ്സി കോവിൽ എത്തി. ജിപ്സി കോവിൽ നല്ല കാറ്റുണ്ട്, കടൽ തീരം ഒക്കെ കണ്ടിട്ടുള്ള യാത്രയാണ്. ഏതാണ്ട് ഒരു പാറ്റഗോണിയൻ ഭൂപ്രകൃതിയാണ് ഈ പ്രദേശത്തിന്. പാറ്റഗോണിയയിലെ പോലെയുള്ള വിശാലമായ പരന്നു കിടക്കുന്ന ഭൂമിയും പിന്നെ ചില കുറ്റിച്ചെടികളുടെ ഒരു കാടുണ്ട്, കുറ്റിക്കാടുകളുണ്ട്. കുറ്റിക്കാടുകളുടെ ചെടികളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പാറ്റഗോണിയയിൽ നമ്മൾ പോയപ്പോൾ കണ്ടതുപോലെ അത്രയും ഉയരമില്ലാത്ത, അതിനേക്കാൾ കുറച്ചുകൂടി ഉയരം കുറഞ്ഞ ചെടികളുടെയാണ്. അവസാനം നമ്മൾ യോർക്ക് ബേയിൽ എത്തി. അവിടെയാണ് ഈ പെൻഗ്വിനുകൾ ഉള്ളത്. എല്ലാതരം പെൻഗ്വിനുകളും അവിടെ ഉണ്ട്. പക്ഷെ കൂടുതലുള്ളത് ഒരു ചെറിയ തരം പെൻഗ്വിനാണ്. ഒരു 1.5 അടി ഉയരം മാത്രമുള്ള ചെറിയ പെൻഗ്വിനുകളാണ് കൂടുതൽ. അതിന് എന്തോ ഒരു പേരുണ്ട്, ആ പേര് എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല. അത്തരം പെൻഗ്വിനുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ വീണ്ടും യാത്രികർ അസ്വസ്ഥരായി. ഈ പെൻഗ്വിനല്ല ഞങ്ങൾക്ക് കാണേണ്ടത് ഈ TV ഷോകളിലും ഒക്കെ കാണുന്ന വലിയ പെൻഗ്വിനുകളെയാണ് കാണേണ്ടത്. അത് എംപറർ പെൻഗ്വിൻ, കിങ് പെൻഗ്വിൻ എന്നൊക്കെ പറയുന്ന
പെൻഗ്വിനുകളാണ് വലുപ്പമുള്ള 3 അടി 4 അടി വരെ പൊക്കമുള്ള എംപറർ പെൻഗ്വിൻസൊക്കെ ഉണ്ട്. അതിനവിടെ അടുത്ത് കണ്ടില്ല. അത് അധികം മനുഷ്യർ അന്റാർട്ടിക്കയിലാണ് അത് കൂടുതലുള്ളത്. പക്ഷെ കുറച്ച് ദൂരം പോയപ്പോൾ കടലിൽ നിന്ന് വെയിൽ കായാൻ കയറി വരുന്ന എംപറർ പെൻഗ്വിനെയും കിങ് പെൻഗ്വിൻസിനെയൊക്കെ നമുക്ക് കണ്ടു. അപ്പോൾ കുറച്ച് ആശ്വാസമായി. പെൻഗ്വിനെ കാണാതെ ശ്വാസം മുട്ടിയിരുന്ന ആളുകൾക്കൊക്കെ കുറച്ച് ആശ്വാസം കിട്ടി. പെൻഗ്വിനുകൾ അതിൻ്റെ ആവാസസ്ഥലത്ത്, ശരിക്കുള്ള ആവാസസ്ഥലമായ അന്റാർട്ടിക്കയിൽ ലാൻഡ് ചെയ്തിട്ട് അവിടെ തൊട്ടടുത്ത് പോയാൽ കാണുന്ന ആ ഒരു ഭംഗി ഇവിടെയുള്ള പെൻഗ്വിനുകൾക്കില്ല. ഇത് ചെറിയ താറാവും കുഞ്ഞുങ്ങൾ പോലെയുള്ള ചെറിയ പെൻഗ്വിൻസാണ് കൂടുതലുള്ളത്. പക്ഷെ വളരെ അടുത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും. ആ ബേയിൽ ബ്രിട്ടീഷ് അർജൻറ്റീനിയൻ യുദ്ധം നടന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന ചില പീരങ്കികളൊക്കെ അതുപോലെ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ ഞങ്ങളുടെ കപ്പൽ കടലിൽ നങ്കൂരിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. വീഡിയോ എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സഞ്ചാരികളൊക്കെ ഉണ്ടാകും. അവർ നമ്മൾ വീഡിയോ എടുക്കുന്നതൊന്നും അവർക്കൊരു വിഷയമല്ല. പ്രത്യേകിച്ച് ഈ ചൈനീസ് സഞ്ചാരികൾ, ജാപ്പനീസ് സഞ്ചാരികൾ കലവില എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സംസാരവും, പിന്നെ നമ്മൾ വീഡിയോ ഈ പീരങ്കിയുടെ ഒരു സെപ്പറേറ്റ് ഒരു ഷോട്ട് ഇങ്ങനെ എടുത്ത് വരുമ്പോൾ അവിടെ ആരെങ്കിലും വന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് ഓടി വരും. അവസാനം ഞാൻ എല്ലാ മര്യാദയും വിട്ടിട്ട് ഡോണ്ട് ഗോ നിയർ ദ ഗൺ എന്നൊക്കെ ഷൗട്ട് ചെയ്തിട്ട് അവരെ പേടിപ്പിച്ചിട്ട് അവർ സെക്കൻഡ് ഒന്ന് അറച്ച് നിന്ന സമയത്ത് എനിക്ക് ഷോട്ട് എടുക്കാൻ പറ്റി. Don't go near the gun, please, 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 please. Please, please don't go near the gun. പിന്നീട് ഞാൻ അവരോട് സോറി പറഞ്ഞു, കാരണം അല്ലാതെ നിവൃത്തിയില്ല. ആ വഴികളിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു. നല്ല കാറ്റും നല്ല വെയിലും ഉണ്ട്, അത്യാവശ്യം തണുപ്പുമുണ്ട്. പക്ഷെ മഞ്ഞുകാലത്ത് വിൻ്ററിൽ ഇവിടുത്തെ സ്ഥിതിയൊക്കെ വ്യത്യസ്തമായിരിക്കും. മുഴുവൻ മഞ്ഞ് മൂടി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ, നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും എന്നാണ് പറയുന്നത്. ആ സ്ഥലം ഞങ്ങളുടെ ഈ അന്റാർട്ടിക്കൻ യാത്രയുടെ അവസാന ഷോർ എക്സ്കർഷനാണ്. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് കപ്പലിലേക്ക് കയറി. പിന്നെ നമ്മൾ അടുത്ത ദിവസം രാവിലെ തിരിച്ച് അർജൻറ്റീനയിലെ ബ്യൂണസ് ഐറസിലുള്ള ഇവരുടെ ഞങ്ങൾ കയറിയ അതേ പോർട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തി. അന്ന് വൈകുന്നേരമാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു ബസ്സിൽ ഞങ്ങളെല്ലാവരെയും കയറ്റി ബ്യൂണസ് ഐറസിൽ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില സ്ഥലങ്ങൾ, ചില പാർക്കുകൾ, സിറ്റിയുടെ നമ്മൾ സന്ദർശിച്ചിട്ടില്ലാത്ത ചില സ്ഥലങ്ങൾ ഒക്കെ അന്ന് യാത്ര ചെയ്തു. വഴിയിൽ വലിയ വാദ്യോപകരണം, ഒരു വൃദ്ധൻ വായിക്കുന്നത് ഒക്കെ കണ്ടു.
റോഡ് സൈഡിലുള്ള ചെറിയ ക്യൂരിയോ ഷോപ്പുകൾ, അവിടെയുള്ള ഒരു ചർച്ചിൻ്റെ പുറത്തുള്ള സെമിട്രി, അതൊക്കെ കണ്ട് കറങ്ങി തിരിച്ച് രാത്രി നാട്ടിലേക്കുള്ള വിമാനം കയറി അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തി അന്റാർട്ടിക്ക കണ്ട് തിരിച്ചുള്ള യാത്ര. ഇനി ഭൂമിയിലൊരു ഭൂഖണ്ഡവും കാണാൻ ബാക്കിയില്ല, എല്ലാ ഭൂഖണ്ഡങ്ങളുമായി. പക്ഷേ അന്റാർട്ടിക്കയിൽ കാലുകുത്തിയില്ല എന്നുള്ളൊരു സങ്കടം ബാക്കിയുണ്ട്. അന്റാർട്ടിക്ക എക്സ്പെഡീഷൻ ഷിപ്പിൽ പോയാലേ അത് സാധിക്കുള്ളൂ. അപ്പോൾ അടുത്ത ലക്ഷ്യം അന്റാർട്ടിക്ക എക്സ്പെഡീഷൻ.